गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण परमगुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकम् चकास्तु धर्मबोधाय നിത്യമവ്യാഹതാത്മനാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 26 മുതൽ. ഗുരുരുവാച പ്രശ്നം നിശമ്യ ഭവതാം സാധു തുഷ്യാമി വത്സല അമുമർത്തം ചിന്തയതാ കാലോ ഭൂയാനഗാൻ മമ. ധർമ്മ ഏവ ഹി ബോധവ്യോ മന്തവ്യ കർമ്മ കോട്ടിഷു അനുഷ്ഠേയോപദേഷ്ടവ്യോ ധർമ്മോ ലോക പ്രവർത്തകഃ. അപകർഷകരം കിഞ്ചിത് അസമഞ്ജസവർത്മകം പുണ്യക്ഷയവിദായിത്വാദ് ആചരേത് ന കദാചന. പരോപകാരനിരതൈഃ യുഷ്മാഭിഃ സർവധാ നഖ അവിശ്യമനുസന്ധേയോ ധർമ്മഃ സർവാർത്ഥസാധകഃ. അമുമുദ്ദിശ്യ യത്തത്വം ഏതാവന്തമനേഹസം വ്യചിന്തയം പ്രവക്ഷ്യാമി ശൃണുധ്വം തസ്യ സംഗ്രഹം. യതോ ധർമാത്മനോ ദൃശ്യം ആയാതം യേന ജീവതി യസ്മിൻ വിലയമാപ്നോതി തസ്മാത് സർവം തദാത്മകം. ദ്വൈവിധ്യം ജഗതോപാധി ചരാചര വിഭാഗതഃ ചരാണാം മാനവാഃ ശ്രേഷ്ഠാ വിശേഷജ്ഞാനയോഗതഃ. ശിഷ്യഗണങ്ങള് ഗുരുവിന്റെ മുമ്പാകെ ഈ ലോകത്ത് കാണപ്പെടുന്ന വൈരുദ്ധ്യങ്ങളെ ഓരോന്നിനെയും എണ്ണി എണ്ണി അവതരിപ്പിച്ചു. ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്നും ഞങ്ങൾക്ക് യഥാർത്ഥമായ വഴി കാണിച്ചു തരണമെന്നും ഗുരുവിനെ മുമ്പാകെ ഉണർത്തിച്ചു. ഇനി ശ്ലോകം 26 മുതൽ ശിഷ്യന്മാരുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്വാമി തൃപ്പാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ ഉത്തരങ്ങളെയാണ്
ഗുരുവിന്റെ സമന്വയ ദർശനം എന്ന് പറയുന്നത്. സമന്വയ ദർശനത്തെക്കുറിച്ച് ക്ലാസിന്റെ ആമുഖത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. സമന്വയം ചെയ്യാതെ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഒരു സമൂഹത്തിനോ, എന്തിനു പറയുന്നു, ഈ ലോകത്തിന് പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വരാൻ പോകുന്ന ശ്ലോകത്തിൽ ലോകപ്രവർത്തക എന്ന് ഗുരു പറയുന്നുണ്ട്. ഈ ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് പോലും ധർമ്മ സമന്വയമാണെന്ന്. അപ്പൊ എന്തിനാണ് നമ്മൾ സമന്വയം ചെയ്യേണ്ടത്? കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകൾ മുതൽ നമ്മൾ ക്രമേണ ഓരോന്നിനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തെ മുഴുവൻ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം പരസ്പരം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണെന്ന് നമുക്കറിയാൻ സാധിക്കും. വൈരുദ്ധ്യങ്ങൾ ഇല്ലാതെ ഒരു പ്രപഞ്ച പ്രതിഭാസവും ഇല്ല. കേവലമായ അദ്വയ ബ്രഹ്മ സത്യത്തിൽ മാത്രമാണ് വൈരുദ്ധ്യങ്ങൾ ഇല്ലാത്ത ഏകതയുള്ളത്. ഈ കാണപ്പെടുന്ന വ്യാവഹാരിക ജഗത്ത്, നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന ഈ ജഗത്ത് അത്യന്തം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. മനുഷ്യന്റെ ജീവിതത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ജാതികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ദേശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവയ്ക്കിടയിൽ ഒരു സമന്വയം കണ്ടെത്തുക എന്നുള്ളതാണ് സുഗമമായ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഹേതു. അതുകൊണ്ട് ആ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ സമന്വയിപ്പിക്കാം എന്ന മഹനീയമായ ഒരു സമന്വയ ദർശനമാണ് ശ്ലോകം 26 മുതൽ സ്വാമി തിരുപ്പാദകൾ അവതരിപ്പിക്കുന്നത്. ഗുരുവിന്റെ ഈ സമന്വയ ദർശനത്തെ ഏകജാതി ദർശനം, ഏകമത ദർശനം, ഏകദൈവ ദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ശ്ലോകം 26 മുതൽ ശ്ലോകം 32 വരെ നമ്മൾ പഠന സൗകര്യാർത്ഥം അവയുടെ ക്രമത്തെ ഒന്ന് ക്രമീകരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്ലോകം 26, ശ്ലോകം 30 ഈ രണ്ട് ശ്ലോകങ്ങളും വിഷയത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കുക. ശ്ലോകം 27 ധർമ്മത്തിന്റെ പ്രശംസയാണ്. ശ്ലോകം 31 ധർമ്മത്തിന്റെ ദാർശനികമായ നിർവചനമാണ്. ശ്ലോകം 32 ധർമ്മത്തിന്റെ വ്യാവഹാരികമായ അഥവാ പ്രായോഗികമായ നിർവചനമാണ്. ശ്ലോകം 28 ധർമ്മമാർഗത്തിൽ നിന്ന് എന്തുകൊണ്ട് വ്യതിചലിക്കരുത് എന്ന നിർദ്ദേശമാണ്. ശ്ലോകം 29 ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കണം എന്നത് ബോധിപ്പിക്കുന്നു. അപ്പൊ 26 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങൾ ഈ രീതിയിൽ ഒന്ന് ക്രമീകരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതൊരു പഠന സൗകര്യാർത്ഥമാണ്. അപ്പൊ ആദ്യമായിട്ട് ശ്ലോകം 26 ശ്രദ്ധിക്കാം. പ്രശ്നം നിശമ്യ ഭവതാം സാധു തുഷ്യാമി വത്സല അമുമർത്തം ചിന്തയത കാലോ ഭൂയാനഗാന്മമാം. വത്സലാഹ, അല്ലയോ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ഭവതാം പ്രശ്നം നിശമ്യ, നിങ്ങളുടെ ഈ ചോദ്യങ്ങളെ കേട്ടിട്ട് സാധു തുഷ്യാം, സാധുവായ മഹാത്മാവായ സന്യാസിയായ ഈ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറയുന്നു.
അപ്പൊ നോക്കൂ, എത്ര ഉദാത്തമായൊരു കാര്യമാണ്. കാരണം ചോദ്യങ്ങൾ ചോദിക്കുവാൻ സ്വാമി തൃപ്പാദങ്ങൾ ഗുരുദേവൻ പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇത്രയും ചോദ്യങ്ങളെ ചോദിച്ചു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അല്ലയോ പ്രിയ ശിഷ്യന്മാരെ, നിങ്ങളുടെ ചോദ്യം കേട്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ ഒരു ആരോഗ്യകരമായ സമൂഹത്തിന് വേണ്ടത്. അല്ലാതെ ആരും ഞങ്ങളെ ചോദ്യം ചെയ്യരുത്, ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരൻ തന്നെ നൽകിയിരിക്കുകയാണ്, അതിനൊരു കാലത്തും ചോദ്യം ചെയ്യരുത്, അത് അലംഘനീയമാണ്, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ്, ഇനി ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്ത ആളെ ശിക്ഷിക്കുക. ഇങ്ങനെയുള്ള രീതിയൊന്നും ഒരു ആരോഗ്യകരമായ സമൂഹത്തിന് ഉതകുന്ന ശൈലിയല്ല. മറിച്ച് ധർമ്മത്തെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച്, വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിമർശനാത്മകമായിട്ടും പഠിക്കുവാനുള്ള ഇച്ഛയോട് കൂടിയിട്ടും ചോദ്യങ്ങൾ ഉന്നയിക്കണം. അതുകൊണ്ടാണ് സാധു തുഷ്യാമി എന്നുള്ള വാക്കോട് ഗുരു പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് എനിക്ക് അത് വളരെയധികം സന്തോഷത്തെ ഉണ്ടാക്കും, അല്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അലോസരത്തെ ഉണ്ടാക്കി എന്നല്ല പറഞ്ഞു. നോക്കൂ, അടുത്ത ഭാഗം നോക്കൂ. അമും അർത്ഥം ചിന്തയതഃ മമ ഭൂയാൻ കാലഃ അഗാത്. നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ, ആ വിഷയങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കാലം ചിന്തിച്ചിരുന്നു. അപ്പൊ എന്താണ് ഈ ഒന്നാമത്തെ, ഈ 26ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം? അത് വിഷയത്തിലേക്ക് ഒരു ആമുഖത്തെ കൊടുക്കുകയാണ്. അല്ലയോ ശിഷ്യഗണങ്ങളെ, നിങ്ങളുടെ ചോദ്യം കേട്ടിട്ട് നാം വളരെയധികം സന്തോഷമുള്ളവനായി ഭവിക്കുന്നു. നാം ഇതിനെക്കുറിച്ച്, ഈ സമന്വയത്തെക്കുറിച്ച് ആലോചിക്കാൻ, വിചാരം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി എന്ന് ഗുരു പറയുകയാണ്. അപ്പൊ ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ശ്ലോകമാണ് ശ്ലോകം 30. ആ 30ഉം വിഷയത്തിലേക്കുള്ളൊരു ആമുഖമാണ്. ശ്ലോകം 30 നോക്കൂ. നമ്മൾ ആ ക്രമം ഒന്ന് ഈ രീതിയിൽ പഠിക്കാം. ശ്ലോകം 30. അമുമുദ്ദിശ്യയത്തത്വം ഏതാവന്തമനേഹസം വ്യചിന്തയം പ്രവക്ഷ്യാമി ശൃണുധ്വം തസ്യ സംഗ്രഹം. അമുമുദ്ദിശ്യ, അമും എന്ന് പറഞ്ഞാൽ ഇതിനെ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ, അതായത് 29ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തെ എന്നാണ് അർത്ഥം. അപ്പൊ അമുമുദ്ദിശ്യ, ഇതിനെല്ലാം ഉദ്ദേശിച്ചിട്ട്, യത് തത്വം, യാതൊരു തത്വത്തെയാണോ, ഏതാവന്തം അനേഹസം, ഇത്രയും കാലം വ്യചിന്തയം, ഞാൻ ചിന്തിച്ചത്, തസ്യ സംഗ്രഹം പ്രവക്ഷ്യാമി, ആ ചിന്തിച്ച ആശയത്തിന്റെ സംക്ഷിപ്തമായ രൂപം ഇപ്പോൾ പറഞ്ഞു തരാം. ശൃണുധ്വം, നിങ്ങൾ കേട്ടാലും. എന്താണ് അർത്ഥം? നിങ്ങൾ ഉന്നയിച്ച ഈ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ ഉത്തരത്തെക്കുറിച്ച് ഇത്രയും കാലം ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് കിട്ടിയ വലിയൊരു ആശയം, ആ ആശയത്തിന്റെ സംക്ഷിപ്തമായ ഒരു രൂപം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, കേട്ടാൽ. അപ്പൊ 26, 30 എന്നുള്ള 2 ശ്ലോകങ്ങള് വിഷയത്തിലേക്ക് ഒരു ആമുഖമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി 27ാമത്തെ ശ്ലോകം. എന്താണ് വിഷയം? വിഷയത്തിന്റെ ആമുഖം എന്ന് പറയുമ്പോൾ എന്താണ് വിഷയം? വിഷയം ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ആദ്യമായിട്ട് ഗുരു ഉത്തരം നൽകുന്നത് ധർമ്മത്തിന്റെ അർത്ഥത്തെ വെളിവാക്കിയിട്ടാണ്. ആ ധർമ്മത്തിന്റെ അർത്ഥത്തെ വെളിവാക്കുന്നതിന് മുമ്പ് ധർമ്മത്തിന്റെ പ്രശംസയാണ് ചെയ്യുന്നത്. ആ ധർമ്മത്തിന്റെ പ്രശംസയാണ് ശ്ലോകം 27. അപ്പൊ ശ്ലോകം 27 നോക്കൂ. ധർമ്മ ഏവ ഹി ബോധവ്യോ മന്തവ്യ കർമ്മ കോട്ടിഷു അനുഷ്ഠേയോപദേഷ്ടവ്യോ ധർമ്മോ ലോക പ്രവർത്തകഃ. പറയുന്നു, ധർമ്മ ഏവ ബോധവ്യ, ധർമ്മം തന്നെയാണ് അറിയപ്പെടുവാൻ യോഗ്യമായത്. നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം.
അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയപ്പെടുവാൻ ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും യോഗ്യമായത് എന്താണ്? ധർമ്മമാണ് എന്ന് പറയുന്നു. കർമ്മ കോടിഷു മന്തവ്യ. നാം അനേക കോടി കർമ്മങ്ങളെ ചെയ്യുന്നു, അനേകായിരം കർമ്മങ്ങളെ ചെയ്യുന്നു. ഈ എല്ലാ കർമ്മങ്ങളിലും നാം മനനം ചെയ്യേണ്ടത് ധർമ്മത്തെക്കുറിച്ചാണ്. അനുഷ്ഠേയോപദേഷ്ടവ്യ. ഈ ധർമ്മത്തെ നാം അറിയണം, മനനം ചെയ്യണം. അത് മാത്രം ചെയ്താൽ പോരാ, മറിച്ച് ഈ ധർമ്മത്തെ സ്വജീവിതത്തിൽ ആചരിക്കണം. അതാണ് അനുഷ്ഠേയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആചരിച്ചു കഴിഞ്ഞാലോ ഈ ധർമ്മമാർഗത്തെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. അനുഷ്ഠേയ ഉപദേഷ്ടവ്യ. എന്തുകൊണ്ടാണ് ധർമ്മത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത്? ധർമ്മ ലോക പ്രവർത്തക. ധർമ്മമാണ് ഈ ലോകത്തെ പ്രവർത്തിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ 27-ാമത്തെ ശ്ലോകം ധർമ്മത്തിന്റെ പ്രശംസയാണ്. ആ ശ്ലോകത്തിൽ പറയുകയാണ്, നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളിൽ ധർമ്മമാണ് അറിയപ്പെടുവാൻ ഏറ്റവും യോഗ്യമായത്. നാം അനേകായിരം കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളിലൊക്കെ തന്നെ ധർമ്മത്തെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കണം. ധർമ്മത്തെ സ്വജീവിതത്തിൽ ആചരിക്കണം. അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. കാരണം ധർമ്മമാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ധർമ്മലോക പ്രവർത്തക. ഇപ്രകാരം ധർമ്മത്തെ പ്രശംസിച്ച് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ശ്ലോകം 31 32 ധർമ്മത്തിന്റെ നിർവചനമാണ്. ധർമ്മത്തിന്റെ രണ്ട് ദിശകളിൽ നിന്ന് ധർമ്മത്തെ നിർവചിക്കുകയാണ് ഗുരുദേവൻ ചെയ്യുന്നത്. 31-ാമത്തെ ശ്ലോകത്തിൽ ധർമ്മത്തിന്റെ പാരമാർത്ഥികമായ അർത്ഥചിന്തനം. പാരമാർത്ഥികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യാഖ്യാനം, ദാർശനികമായ അർത്ഥം എന്താണ് ധർമ്മം എന്നതിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ നമ്മളെല്ലാവരും ധർമ്മം എന്നുള്ള വാക്ക് നിരന്തരം കേൾക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ ധർമ്മം എന്നുള്ള വാക്ക് അനുസ്യൂതമായിട്ട് ഉണ്ട്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ധർമ്മസംഘം, ഇതിലൊക്കെ ധർമ്മം എന്നുള്ള വാക്ക് കാണും. ഇനി നമുക്ക് ഗുരുധർമ്മം, അതിലും ധർമ്മമുണ്ട്. വൈദിക ധർമ്മം, സനാതന ധർമ്മം. അപ്പൊ ധർമ്മത്തെക്കുറിച്ച് ആ പദത്തിന്റെ പരിചയം നമുക്കുണ്ട്. പക്ഷെ എന്താണ് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം? ആ ധർമ്മം എന്ന വാക്കിന് രണ്ട് പ്രകാരത്തിൽ അർത്ഥം കൽപ്പിക്കാം. ഒന്ന്, അതിന്റെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള, അതിന്റെ ഒരു ഫിലോസഫിക്കലായ ഒരു നിർവചനം. ആ നിർവചനമാണ് 31-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ശ്ലോകത്തിന്റെ സഹായത്തോടു കൂടി ആ നിർവചനത്തെ അനുസന്ധാനം ചെയ്യാം. ശ്ലോകം: യഥോ ധർമാത്മനോ ദൃശ്യം ആയാതം യേന ജീവതി യസ്മിൻ വിലയമാപ്നോതി തസ്മാത് സർവം തഥാത്മകം. യതഃ ധർമാത്മനഃ ദൃശ്യമായാതം. യാതൊരു ധർമ്മസ്വരൂപത്തിൽ നിന്നാണോ ഈ കാണപ്പെടുന്നത് മുഴുവൻ വന്നിട്ടുള്ളത്, ഏനഹ ജീവതി, യാതൊന്നിലാണോ ഈ കാണപ്പെടുന്നത് മുഴുവൻ ജീവിക്കുന്നത് അഥവാ നിലനിൽക്കുന്നത്, യസ്മിൻ വിലയമാപ്നോതി, യാതൊന്നിലേക്കാണോ സർവചരാചരങ്ങളും ലയത്തെ പ്രാപിക്കുന്നത്, അതെന്താണ്? അത് ധർമ്മസ്വരൂപമാണ്. തസ്മാത്ത്, അതുകൊണ്ട്, സർവം തദാത്മകം ഭവതി, ഈ കാണപ്പെടുന്ന എല്ലാം തന്നെ ധർമ്മമയമാണെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പൊ ഈ ശ്ലോകമാണ് ധർമ്മത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു നിർവചനം. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധാരണ ചെയ്യുക എന്നുള്ളതാണ്. ആ വാക്കിന്റെ റൂട്ടായിരിക്കുന്നത് ധൃ എന്ന് പറയുന്ന ഒരു ധാതുവാണ്. ധൃ, അതിന്റെ അർത്ഥം ധൃഞ്ഞ് ധാരണ എന്നാണ്. ധാരണ ചെയ്യുക. ധാരണ ചെയ്യുക എന്ന് പറയുമ്പോൾ ചേർത്ത് കോർത്ത് നിർത്തുക. എപ്രകാരം? ഒരു മുത്തുമാല, നല്ല മനോഹരമായ ഒരു മുത്തുമാല. ആ മുത്തുമാലയിലെ ഓരോ മുത്തും സ്വതന്ത്രമാണ്. ആ എല്ലാ മുത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തി അതിനൊരു മാലയാക്കി തീർത്തത് എന്താണ്? വാസ്തവത്തില് നൂലാണ്. അപ്പൊ നൂല് വ്യത്യസ്തങ്ങളായ മുത്തിനെയൊക്കെ ചേർത്ത് കോർത്ത് നിർത്തി മാലയാക്കി. അപ്പൊ നോക്കൂ, മാല എന്ന് പറയുന്നൊരു വസ്തു
ആ മാല എന്നുള്ള വസ്തു യാതൊരു കാരണം കൊണ്ടാണ് നിലനിൽക്കുന്നത്? നൂല് കൊണ്ടാണ്. നൂല് പൊട്ടിപ്പോയാൽ പിന്നെ മാലയില്ല, പിന്നെ കേവലം മുത്തുക്കൾ മാത്രമേ ഉള്ളൂ. മുത്തുക്കൾ നേരത്തെ ഉണ്ടായിരുന്നു, നൂല് മാലയായിരിക്കുന്ന സമയത്ത് മുത്തുക്കൾ ഉണ്ടായിരുന്നു, നൂല് പൊട്ടിക്കഴിഞ്ഞാലും മുത്തുക്കൾ ഉണ്ടാകും. പക്ഷെ അതിനെ മാല എന്ന് പറയണമെങ്കിൽ നൂലിനാൽ അവ കോർക്കപ്പെടണം. ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങളെയൊക്കെ ഒരു നൂലിനാൽ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ പുഷ്പമാല എന്ന് പറയാം. പിന്നെ നമ്മളതിന് പുഷ്പം എന്ന് പറയില്ല, അതിന് മാല എന്നേ പറയുള്ളൂ. കടയിൽ പോയിട്ട് ആ പുഷ്പം എനിക്ക് തരൂ എന്ന് പറയില്ല, ആ മാല തരൂ എന്ന് പറയും. മാല എന്ന് പറയുന്ന വസ്തുവിനെ വാസ്തവത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? പുഷ്പങ്ങളാണ്. പുഷ്പങ്ങൾ നേരത്തെയും ഉണ്ട്. അതിനെ ഉണ്ടാക്കിയത് നൂലാണ്. വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ ഈ എല്ലാ പുഷ്പങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തി മാല എന്നൊരു വസ്തുവാക്കി അതിനെ നിലനിർത്തിയത് നൂലാണ്. അപ്പൊ ഈ ഒരു ലളിതമായ ഉദാഹരണത്തെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഈ കാണപ്പെടുന്ന സ്വതന്ത്രങ്ങളായ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തിയ നൂലാണ് വാസ്തവത്തിൽ ധർമ്മം. അപ്പോൾ നോക്കൂ, നമുക്ക് നമ്മുടെ വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കൂ, എന്നിട്ട് ഒരു വ്യക്തിയുടെ ശരീരത്തെ എടുത്തു നോക്കൂ. ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. ബാഹ്യമായിട്ടുള്ള അവയവങ്ങളുണ്ട്, ആന്തരികമായ അവയവങ്ങളുണ്ട്. ഈ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിന്റെ സ്വരൂപവും ഘടനയും എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാ വ്യത്യസ്തതകളെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന എന്തോ ഒരു ഘടകം ശരീരത്തിലുണ്ട്. ആ ഘടകം സൂക്ഷ്മമാണ്. ആ ഒരു ഏകോപന നിയമമുണ്ട്. അതിനെ ചേർത്ത് കോർത്ത് വ്യത്യസ്തങ്ങളായ ശാരീരിക പ്രവർത്തനങ്ങളെ നിർവഹിക്കുന്ന എല്ലാ അവയവങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തി ശരീരത്തെ ശരീരമാക്കി അവിടെ നിലനിർത്തുന്ന ഒരു കോർഡിനേഷൻ, ഒരു ഏകോപന നിയമം നമുക്കറിയാൻ സാധിക്കും. പക്ഷെ അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉപകരണങ്ങളാൽ കാണാൻ സാധിക്കില്ല. അതൊരു സൂക്ഷ്മമായ ഒരു നിയമമാണ്. അപ്പോൾ എല്ലാ വൈരുദ്ധ്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ശരീരത്തെ ശരീരമാക്കി നിലനിർത്തുന്ന അതിനെ നമുക്ക് എന്ത് പറയാം? ശരീരത്തെ ശരീരമാക്കി സംരക്ഷിക്കുന്ന ധർമ്മം എന്ന് പറയാം. അതില്ലാതായി കഴിഞ്ഞാൽ, ആ ഒരു ഏകോപന നിയമം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ശരീരം ഇല്ലാതായിട്ട് മാറും. എല്ലാ അവയവങ്ങളും നിലനിൽക്കെ തന്നെ ആ അവയവങ്ങളെ ചേർത്ത് കോർത്ത് നിലനിർത്തുന്ന ആ ധർമ്മം അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ശരീരമില്ല. ഇപ്പൊ ശരീരത്തെ ശരീരമാക്കുന്ന ആ നിയമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധർമ്മം. അഥവാ ഒന്നിനെ അതാക്കി നിലനിർത്തുന്ന ആ നിയമമാണ് ധർമ്മം. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിച്ചു നോക്കൂ. ഒരു കുടുംബം, ആ കുടുംബത്തില് മാതാപിതാക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, മറ്റുള്ള ആളുകളുമുണ്ട്. ഈ ഓരോ അംഗത്തിന്റെയും, ഓരോ കുടുംബാംഗത്തിന്റെയും സ്വഭാവ സംസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. അച്ഛൻ വളരെ ശാന്തമായിരിക്കും, അമ്മ സെൻസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ സെൻസിറ്റീവ് ആയിരിക്കും, അമ്മ ശാന്തയായിരിക്കും. ഒരു കുട്ടിക്ക് എന്തു പറഞ്ഞാലും മനസ്സിലാവില്ല, മറ്റേ കുട്ടി പറയുന്നതിന് മുമ്പേ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അസാമാന്യമായ ധിഷണാശേഷി, ഇന്റലക്ച്വൽ പവർ ഉണ്ടായിരിക്കും. ഒരു കുട്ടി വളരെ ക്രിയാത്മകമായിരിക്കും, മറ്റേ കുട്ടി മന്ദനായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇവരെയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തി കുടുംബത്തെ കുടുംബമായി നിലനിർത്തുന്ന ഒരു ഘടകം അവിടെയുണ്ട്. ആ ഘടകത്തെ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല, അത് നമ്മുടെ ഇന്ദ്രിയ വേദ്യമല്ല. പക്ഷെ ആ ഘടകം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കുടുംബമില്ല. ഈ ആളുകളെല്ലാം ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവര് പോലും അറിയാതെ അവരെ ചേർത്ത് കോർത്ത് നിർത്തിയ ആ ഘടകമുണ്ട്. ആ ഘടകം ഇല്ലാതായാൽ കുടുംബം ഛിന്ന ഭിന്നമാകും. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? ഒരു കുടുംബത്തെ കുടുംബമാക്കി നിലനിർത്തുന്ന ധർമ്മം എന്ന് പറയാം. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിച്ചു നോക്കൂ. ഒരു സമൂഹം, ആ സമൂഹത്തിൽ വ്യത്യസ്തരായ ആളുകളുണ്ട്, വ്യത്യസ്തരായ രാഷ്ട്രീയ വിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിൽ കൂടിയും ആ സമൂഹം ഒരു സമൂഹമായി നിലനിൽക്കുന്നു. എന്തുകൊണ്ട്?
ഈ എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് കോർത്ത് ഇണക്കുന്ന ഒരു ഘടകം, നമ്മൾ അറിയാത്തൊരു അദൃശ്യമായൊരു നിയമം അവിടെ വർത്തിക്കുന്നു. അതുകൊണ്ടാണ് സമൂഹം സമൂഹമായിട്ട് ഇരിക്കുന്നത്. ഇനി വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കും. വിശാലമായ അർത്ഥത്തിൽ ഒരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിൽ നമ്മുടെ ഭാരതം എടുക്കാം ദൃഷ്ടാന്തമായിട്ട്. എന്തെല്ലാം വൈവിധ്യങ്ങളുണ്ട് ഇവിടെ. വേഷപരമായിട്ട്, ഭാഷാപരമായിട്ട്. നമ്മൾ കേരളത്തിലെ വസ്ത്രധാരണ രീതിയാണോ വടക്കേ ഇന്ത്യയിൽ, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഭക്ഷണ രീതികളിൽ, അതേപോലെ ഭാഷകളിൽ, ഭക്ഷണ രീതികളിൽ എല്ലാം വൈവിധ്യങ്ങളുണ്ട്. അനേകായിരം ജാതികൾ, ഗോത്രങ്ങൾ, വിവിധ മതങ്ങൾ, വിവിധ വിശ്വാസധാരകൾ, വിശ്വാസമുള്ള ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പൊ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത്, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിന് വേണ്ടി സർവസ്വം സമർപ്പിക്കുന്ന ആളുകൾ, സ്വന്തം ജീവൻ പോലും താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അങ്ങനെ തീർത്തും വൈവിധ്യങ്ങൾ നിറഞ്ഞ, തീർത്തും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇവയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തി ഒരു രാഷ്ട്രത്തെ രാഷ്ട്രമാക്കി നിലനിർത്തുന്ന ഘടകമുണ്ട്. ആ ഘടകം ഇല്ലാതായാൽ ഇതെല്ലാം ഛിന്ന ഭിന്നമാകും. ഇതെല്ലാം സ്വതന്ത്രമായി തീരും. പിന്നെ അവിടെ രാഷ്ട്രമുണ്ടാവില്ല. ഇപ്പൊ രാഷ്ട്രത്തെ രാഷ്ട്രമാക്കി നിലനിർത്തുന്ന ആ ഒരു നിയമത്തെ നമുക്ക് എന്തു പറയാം? രാഷ്ട്രത്തെ രാഷ്ട്രമാക്കുന്ന ധർമ്മം എന്ന് പറയാം. ആ ധർമ്മത്തെ നമുക്ക് പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയില്ല, അത് സൂക്ഷ്മമാണ്. അപ്പൊ ഇനി വീണ്ടും വിശാലമായിട്ട് ചിന്തിച്ചു നോക്കൂ, വ്യാപകമായിട്ട് ചിന്തിച്ചു നോക്കൂ. ഈ ഭൂമി, അനവധി വൈവിധ്യങ്ങൾ നിറഞ്ഞ, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഭൂമി, ആ ഭൂമിയെ എല്ലാ വൈരുദ്ധ്യങ്ങളും ചേർത്ത് കോർത്തുകൊണ്ട് ഇത്രയും കാലം നിലനിർത്തിയത് ഏത് ഘടകമാണ്? ആ ഘടകത്തെ നമുക്ക് ഭൂമിയെ ഭൂമിയാക്കിയ ധർമ്മം എന്ന് പറയാം. ഇനി വീണ്ടും നമ്മുടെ ചിന്ത വ്യാപകതയിലേക്ക് കൊണ്ടുപോവുക. ഈ പ്രപഞ്ചം നോക്കൂ. ഈ പ്രപഞ്ചത്തില് അനേകായിരം, അനേക ലക്ഷം വൈരുദ്ധ്യങ്ങളുണ്ട്. തീർത്തും ഒന്ന് മറ്റൊന്നിനോട് ഒരു നിലയ്ക്കും ഒരു തരത്തിലും ചേരാത്ത വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും ഈ ജഗത്തിൽ, പ്രപഞ്ചത്തിൽ. പക്ഷെ എല്ലാ വൈരുദ്ധ്യങ്ങളും ഉണ്ടായിട്ട് പോലും ഈ വൈരുദ്ധ്യങ്ങളെയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു അലൗകികമായ ഒരു നിയമത്തെ കാണാൻ സാധിക്കും. ആ നിയമം ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചം പ്രപഞ്ചമായി നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് പറഞ്ഞിരിക്കുന്നത്? ഏന ജീവതി എന്ന് പറയുന്നു. ഏതൊന്നിന്റെ ആധാരത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? അതെന്താണ്? അതാണ് ധർമ്മം. അപ്പൊ ധർമ്മം എന്ന് പറയുന്ന ആ നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പ്രപഞ്ചമില്ല. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭൂമിയില്ല, രാഷ്ട്രമില്ല, സമൂഹമില്ല, ഗ്രാമമില്ല, കുടുംബമില്ല, വ്യക്തി പോലുമില്ല. അപ്പൊ എല്ലാം നിലനിൽക്കുന്നത് ഇവയെല്ലാം ചേർത്ത് കോർത്തിരിക്കുന്ന ആ അലൗകികമായ ഈശ്വരീയ നിയമത്താലാണ്. ആ ഈശ്വരീയ നിയമം എന്താണ്? ആ ഈശ്വരീയ നിയമം ഈശ്വരൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അനുസ്യൂതം ഇവിടെ വ്യാപിച്ചിരിക്കുന്നു. ഭഗവാൻ എന്നിലും നിന്നിലും തൂണിലും തുരുമ്പിലും സകല ചരാചരങ്ങളിലും ഭഗവത് തത്വം വ്യാപിച്ചിരിക്കുന്നു. ആ വ്യാപകതയാണ് ഈ എല്ലാ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുന്നത്. സൂത്രേ മണിഗണ ഇവ എന്ന് പറയാറുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ യതഃ ധർമാത്മനഃ ദൃശ്യമായാതം എന്ന് പറഞ്ഞാൽ ധർമ്മസ്വരൂപത്തിൽ നിന്ന് കാണപ്പെടുന്ന ജഗത്തെല്ലാം ആവിർഭൂതമായി. അപ്പൊ ഇവിടെ ധർമ്മസ്വരൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? സാക്ഷാൽ ബ്രഹ്മത്തെ തന്നെയാണ്, ഈശ്വരനെ തന്നെയാണ്. ഏന ജീവതി, യാതൊരു ധർമ്മസ്വരൂപം, യാതൊരു ബ്രഹ്മം അനുസ്യൂതമായിട്ട് ഇവിടെ വ്യാപ്തമായിരിക്കുന്നുവോ, സർവചരാചരങ്ങളിലും കുടികൊണ്ടിരിക്കുന്നുവോ, ആ ധർമ്മം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്താണ് എല്ലാറ്റിനും നിലനിൽപ്പുള്ളത്. യസ്മിൻ വിലയമാപ്നോതി, കാണപ്പെടുന്ന എല്ലാ ദൃശ്യപ്രപഞ്ചങ്ങളും അവയുടെ സ്വതന്ത്രമായ അസ്തിത്വം, പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്ന സ്വതന്ത്രമായ അസ്തിത്വം ഇല്ലാതായി കഴിഞ്ഞാൽ ഏതൊന്നിലേക്കാണോ വിലയം പ്രാപിക്കുന്നത്
ഇതിനെയെല്ലാം നീ ധർമ്മം എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് ഈശ്വരൻ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ഇതാണ് ധർമ്മത്തിന്റെ ഏറ്റവും ഉയർന്ന നിർവചനം. എന്താണ് ധർമ്മം? സർവ വൈരുദ്ധ്യങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ബ്രഹ്മസ്വരൂപം തന്നെയാണ് ധർമ്മം. ആ ബ്രഹ്മസ്വരൂപം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഈ രീതിയിൽ കാണപ്പെടില്ലായിരുന്നു. അപ്പൊ ഈ 31-ാമത്തെ ശ്ലോകത്തിൽ ധർമ്മത്തിന്റെ ഏറ്റവും പാരമാർത്ഥികമായിരിക്കുന്ന, ദാർശനികമായിരിക്കുന്ന അർത്ഥമാണ് പറഞ്ഞത്. അപ്പൊ അതിനെ നമ്മൾ സംക്ഷിപ്തമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, എല്ലാ വൈരുദ്ധ്യങ്ങളെയും എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് കോർത്തുകൊണ്ട് ഒന്നിനെ അതാക്കി നിലനിർത്തുന്നത് സർവ്വതിലും വ്യാപ്തമായിരിക്കുന്ന ഈശ്വരീയ ചൈതന്യമാണ്. ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ സർവ്വതിലും വ്യാപ്തമായിട്ടില്ലെങ്കിൽ എല്ലാറ്റിനെയും ചേർത്ത് കോർത്ത് നിർത്താൻ മറ്റൊരു ഘടകം ഇവിടെ ഉണ്ടായിരിക്കില്ല. ഇപ്പൊ സൃഷ്ടേഹേ പ്രകൃതേരനുപ്രവിശതി എന്ന് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതം സൃഷ്ടുവ പ്രകൃതേഹ അനുപ്രവിശതി. ഈ കാണപ്പെടുന്ന ജഗത്തിനെ സൃഷ്ടിച്ച് മായാശക്തി, മായാസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളിലേക്കും അനുപ്രവേശനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഭഗവാൻ എല്ലാറ്റിലും ഉള്ളത് കൊണ്ടാണ് എല്ലാം ചേർത്ത് കോർത്ത് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് ധർമ്മസ്വരൂപമായി വർത്തിക്കുന്നത് എന്ന് ഏറ്റവും ഉയർന്ന ഒരു ദാർശനികമായ അർത്ഥം ധർമ്മത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇനി വീണ്ടും ധർമ്മത്തിന്റെ മറ്റൊരു ദിശയിൽ നിന്നുള്ള അർത്ഥചിന്തനമാണ് 32-ാമത്തെ ശ്ലോകം ചെയ്യുന്നത്. ധർമ്മത്തിന്റെ പ്രായോഗികമായ വ്യാവഹാരികമായ അർത്ഥമാണ്. ശ്ലോകം 32 നോക്കൂ. ദ്വൈവിധ്യം ജഗദോപാധി ചരാചര വിഭാഗതഃ ചരാണാം മാനവാശ്രേഷ്ഠ വിശേഷജ്ഞാനയോഗതഃ. ജഗതഃ ചരാചര വിഭാഗതഃ ദ്വൈവിധ്യം ഭാതി. ജഗതഃ, ജഗത്തിന്, ഈ ലോകത്തിന് ചരമെന്നും അചരമെന്നുമുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട്. ദ്വൈവിധ്യം എന്ന് പറയാൻ രണ്ട് തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. ഇതിൽ ചരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചരം എന്ന് പറഞ്ഞാൽ ചരിക്കുന്നവ, സഞ്ചരിക്കുന്നവ, മനുഷ്യര്, പക്ഷികള്, മൃഗങ്ങള്, അതുപോലെ ജഗത്തില് സഞ്ചരിക്കുന്നവ, ചേതനവത്തായിട്ട്. സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങനെ കറങ്ങാന്നല്ല അർത്ഥം. ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുന്നു, അതിലും സഞ്ചാരമുണ്ട്. ആ സഞ്ചാരത്തിലെ ഉദ്ദേശം മറിച്ച് സ്വചേതനയാൽ. നോക്കൂ, വലിയൊരു ട്രെയിന്, സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു ആശയമാണ്. വലിയൊരു ട്രെയിൻ അതിങ്ങനെ അതിസ്പീഡില് റെയിൽപാളത്തിലൂടെ ഇങ്ങനെ കൂകി വിളിച്ച് ഓടുന്നു. അപ്പൊ ആ റെയിൽപാളത്തിൽ ഒരു കൊച്ചുപുഴു, വളരെ കുഞ്ഞു ഒരു കൊച്ചുപുഴു, ആ കൊച്ചുപുഴുവിനെ ആ ട്രെയിനിന് നിശേഷം അരച്ച് ചമ്മന്തിയാക്കാം, ഇല്ലാതാക്കാം. കാരണം ആ ട്രെയിനിന്റെ ആ ഒരു ആകാര സൗഷ്ഠവത്തിന്റെ ആധാരത്തിൽ നോക്കിയാൽ ആ പുഴു ഒന്നുമല്ല. പക്ഷെ ആ പുഴുവിന് സ്വമേധയാ സഞ്ചരിക്കാൻ കഴിയും. ട്രെയിനിന് ഒരു കാലത്തും സ്വമേധയാ സഞ്ചരിക്കാൻ കഴിയില്ല. ട്രെയിൻ ഒരു സ്ഥലത്തേക്ക് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പം കരുതണം കോട്ടയത്ത് നിന്ന് ആലോ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് ഒരു ട്രെയിനും ചിന്തിക്കില്ല. മറ്റൊരാൾ നിർദ്ദേശം കൊടുത്താല്, മറ്റൊരാൾ ചേതനാവാനായ ഒരാളുടെ നിർദ്ദേശത്താൽ മാത്രമേ ട്രെയിൻ മുന്നോട്ട് പോകൂ. അപ്പൊ നോക്കൂ, എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ഒരു മഹനീയതയാണ് ഒരു ജീവനുള്ളത്. അതെത്ര ചെറുതായാൽ പോലും അത് ഈശ്വരന്റെ അംശമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ചരം എന്ന് പറഞ്ഞാൽ സ്വേച്ഛയാ സ്വമേധയാ സഞ്ചരിക്കുന്ന പക്ഷി, മൃഗാദികൾ, മനുഷ്യർ ഉൾപ്പെടെയുള്ള വർഗങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അചരം എന്ന് പറഞ്ഞാൽ ചരിക്കാത്തവ, സഞ്ചരിക്കാത്തവ. എന്താണത്? പർവ്വതങ്ങള്, വൃക്ഷാദികള്, ചേതന ഇല്ലാത്ത ജഡത്വ സ്വഭാവത്തോടു കൂടിയ, ചേതനയുണ്ട് പക്ഷെ മുഖ്യമായിട്ടും ജഡത്വ സ്വഭാവത്തോടു കൂടിയ കാണപ്പെടുന്ന വൃക്ഷങ്ങള്, മറ്റേ നമ്മുടെ പർവ്വതങ്ങള്, കല്ലുകള്, അത് ഇതൊക്കെ. അങ്ങനെ രണ്ട് പ്രകാരത്തിൽ ഈ ലോകത്തെ നമുക്ക് സൗകര്യാർത്ഥം വിഭജിക്കാം, ചരമെന്നും അചരമെന്നും. ഈ കൂട്ടത്തിലുള്ള ചരപദാർത്ഥങ്ങളിൽ, ചരങ്ങളിൽ മാനവാഹ വിശേഷ ജ്ഞാനയോഗത, മനുഷ്യർക്ക് മാത്രമാണ് എന്തുള്ളത്? വിശേഷമായ ജ്ഞാനമുള്ളത്.
വിശേഷമായ അറിവുള്ളത്. ചരാണാം ശ്രേഷ്ഠാഭവന്തി. ഈ വിശേഷജ്ഞാനം മനുഷ്യരെ എന്താക്കി തീർക്കുന്നു? ചരാണാം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവയിൽ. സഞ്ചരിക്കുന്നവെന്ന് പറഞ്ഞാൽ പശുക്കള്, പക്ഷികള്, മൃഗങ്ങള്, ഇതര ജീവജാലങ്ങൾ എന്നിങ്ങനെ സഞ്ചരിക്കുന്നവയിൽ മനുഷ്യരും സഞ്ചരിക്കുന്നവയാണ്. ഈ സഞ്ചരിക്കുന്ന ജീവികളിൽ മനുഷ്യനെ ശ്രേഷ്ഠനാക്കി തീർത്തിരിക്കുന്നത് വിശേഷമായ ജ്ഞാനമാണ്, വിശേഷ ബുദ്ധിയാണ്. ഇതാണ് ധർമ്മത്തിന്റെ വ്യാവഹാരികമായ പ്രായോഗികമായ അർത്ഥം. അപ്പൊ എന്താണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, പഴയ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം നമുക്കറിയാം, ചരാണം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവയിൽ, സഞ്ചരിക്കുന്ന ജീവികളിൽ, ജീവജാലങ്ങളിൽ മനുഷ്യൻ ശ്രേഷ്ഠനാണെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. എന്തുകൊണ്ട്? കാരണം ഏതൊരു ഘടകമാണ് മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരിക്കുന്നത്? ഏത് ഘടകമാണ്? ഒരുപാട് ഘടകങ്ങളുണ്ട്. നോക്കൂ, മനുഷ്യനെ അപേക്ഷിച്ച് മനുഷ്യനേക്കാൾ പല വിഷയങ്ങളിലും ഒരുപാട് കഴിവുള്ള ആളുകളാണ് മറ്റു ജീവജാലങ്ങൾ. ഇന്ദ്രിയങ്ങളുടെ ശക്തി, ഘ്രാണശക്തി, ഘ്രാണശക്തി, അതേപോലെ ഗന്ധമറിയാനുള്ള ശക്തി, രണ്ടും ശരി. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെ സംബന്ധിച്ച്, ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണശേഷിയെ സംബന്ധിച്ച് മനുഷ്യനേക്കാൾ ഒരുപാട് കഴിവ് മറ്റെല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഏത് ഘടകമാണ് മനുഷ്യനെ ഇതര മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കിയിരിക്കുന്നത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പഴയ ശ്ലോകം, ഒരു പൗരാണികമായ ശ്ലോകം, വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു ശ്ലോകമാണ്. ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷ ധർമ്മേണ ഹീന പശുഭിസമാനം. മനുഷ്യനും മൃഗങ്ങളും പല കാര്യത്തിലും പൊതുവായിട്ടൊരു സ്വഭാവമുള്ള ആൾക്കാരാണ്. ആഹാര നിദ്ര ഭയമൈഥുനം. വിശന്നു കഴിഞ്ഞാൽ മനുഷ്യനും ആഹാരത്തെ തേടും, മൃഗങ്ങളും തേടും. ക്ഷീണം വന്നു കഴിഞ്ഞാൽ മനുഷ്യനും വിശ്രമിക്കും, മൃഗങ്ങളും വിശ്രമിക്കും. നമുക്ക് ആഹാര കാര്യത്തിലും നിദ്രാകാര്യത്തിലും മനുഷ്യനും മൃഗങ്ങളും ഒരേപോലെയാണ്. എന്തെങ്കിലും യാദൃശ്ചികമായ ഒരു സാഹചര്യം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യനും ഭയപ്പെടും, മൃഗങ്ങളും ഭയപ്പെടും. അപ്പൊ ഭയത്തിന്റെ കാര്യത്തിൽ മനുഷ്യനും മൃഗങ്ങളും ഒരേപോലെയാണ്. മൈഥുനം, പ്രത്യുൽപാദന ധർമ്മത്തെ മനുഷ്യനും നിർവഹിക്കുന്നു, മൃഗങ്ങളും നിർവഹിക്കുന്നു. അപ്പൊ ആഹാര നിദ്ര ഭയമൈഥുനം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യനും മൃഗങ്ങളും ഒരേപോലെയാണ്. പിന്നെ ഏതൊരു ഘടകമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത്? ധർമ്മോഹി തേഷാം അധികോ വിശേഷ. തേഷാം എന്ന് പറഞ്ഞാൽ അവയിൽ, മനുഷ്യനിലും മൃഗങ്ങളിലും. ധർമ്മോഹി തേഷാം, ധർമ്മമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരേ ഒരു ഘടകം. ധർമ്മേണ ഹീന പശുഭിസമാന. ഈ ധർമ്മമില്ലെങ്കിൽ മനുഷ്യൻ എന്തിന് സമാനമാണ്? മനുഷ്യൻ മൃഗത്തിന് സമാനമാണെന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ധർമ്മം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രകാരത്തിൽ അർത്ഥമെടുക്കണം. ഒന്ന്, വേർതിരിച്ചറിയാനുള്ള കഴിവാണ് ധർമ്മം. രണ്ട്, കാര്യകാരണങ്ങളെ അനുസന്ധാനം ചെയ്യാനുള്ള കഴിവാണ് ധർമ്മം. ഒന്നിനെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. രണ്ട്, കാര്യകാരണ ബന്ധത്തോടു കൂടി ഒന്നിനെ അനുസന്ധാനം ചെയ്യാനുള്ള കഴിവ്. അപ്പൊ നോക്കൂ, മൃഗത്തിന്റെ കാര്യം എടുത്തു നോക്കൂ. ഒരു നല്ലൊരു മഴ പെയ്യുന്നു. ആ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ മനുഷ്യനും ആ മഴയെ കൊള്ളുന്നു, മൃഗവും ആ മഴയെ കൊള്ളുന്നു. പക്ഷെ ഒരു മൃഗവും ചിന്തിക്കില്ല ഈ മഴ എന്തുകൊണ്ട് പെയ്തു എന്ന്. ഈ മഴ പെയ്യാനിടയാക്കിയ കാരണം എന്ത് എന്ന് ലോകത്തിലെ ഒരു മൃഗവും ചിന്തിക്കില്ല. പക്ഷെ മനുഷ്യൻ ചിന്തിക്കും. എന്തുകൊണ്ട് ചിന്തിക്കും? വിശേഷജ്ഞാന യോഗ്യത, വിശേഷമായ ബുദ്ധി ഉള്ളത് കൊണ്ട്. വിശേഷമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു കാര്യം, ആ കാര്യത്തെ കണ്ട്, ആ കാര്യത്തെ മനനം ചെയ്ത്, ആ കാര്യത്തിന്റെ പുറകിലുള്ള കാരണത്തെ അനുസന്ധാനം ചെയ്യാനുള്ള വിശേഷമായ കഴിവ് കേവലം ചരങ്ങളിൽ ആർക്ക് മാത്രമേ ഉള്ളൂ? മനുഷ്യന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ജീവിക്കുമില്ല. വേറെ എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ യാന്ത്രികമായ നിയമത്താൽ പെട്ട് ഒരു യാന്ത്രികമായിട്ട് മുന്നോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. കാര്യകാരണ രീതിയിൽ
ഒന്നിനെ അപഗ്രഥിച്ച് സത്യത്തെ കണ്ടെത്താനുള്ള വിശേഷമായ ജ്ഞാനം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഒരു കാര്യമാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ എന്തുണ്ട്? ഒരു കാരണമുണ്ട്. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഒരു വ്യവസ്ഥയാണെങ്കിൽ നിശ്ചയമായിട്ടും പ്രപഞ്ചത്തിന്റെ പുറകിൽ ഒരു വ്യവസ്ഥാപകനുണ്ട്. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഒരു നിയമമാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രപഞ്ചത്തിന്റെ ഈ നിയമത്തിന്റെ പുറകിൽ ഒരു നിയാമകനുണ്ട്. അങ്ങനെ പ്രത്യക്ഷമായി അറിയുന്ന ഒന്നിനെ വെച്ചുകൊണ്ട് നമുക്കറിയാത്ത ഒന്നിനെ മനനം ചെയ്ത് ദർശിക്കുവാനുള്ള വിശേഷമായ ജ്ഞാനം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പൊ ധർമ്മത്തിന്റെ വ്യാവഹാരിക അർത്ഥങ്ങളിൽ ഒന്നെന്ത് കിട്ടി? കാര്യകാരണ ബന്ധത്തോടു കൂടി വിചാരം ചെയ്യാനുള്ള കഴിവ്. ഈ കാര്യകാരണ ബന്ധത്തോടു കൂടി വിചാരം ചെയ്യാനുള്ള കഴിവ് കേവലം മനുഷ്യനിൽ മാത്രമാണുള്ളത്. ഇപ്പൊ പശു എന്ന വാക്ക് സംസ്കൃതത്തിൽ പശു എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും ചേർത്ത് പറയുന്ന വാക്കാണ് പശു. ഇപ്പൊ എന്താണ് പശു എന്നുള്ള വാക്കിന്റെ അർത്ഥം? പശ്യതി ഇതി പശു. മുമ്പിൽ കാണപ്പെടുന്നത് മാത്രമാണ് സത്യം എന്ന് കരുതി ജീവിക്കുന്ന ഒരാളെയാണ് പശു എന്ന് പറയുന്നത്. മുമ്പിൽ ഒരു മഴ പെയ്യുന്നു, ആ മഴയെ കാണുന്നു. ആ മഴയുടെ പുറകിലേക്ക് എന്താണ് പ്രപഞ്ച നിയമമെന്ന് ആ പശുവിന് അറിയില്ല. മുമ്പിൽ അഗ്നിയെ കാണുന്നു, അഗ്നിയെ മാത്രം കാണുന്നു. മുമ്പിൽ പുല്ല് കാണുന്നു, പുല്ലിനെ മാത്രം കാണുന്നു. അപ്പൊ കാര്യത്തെ കണ്ട് അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന കാരണത്തെ അനുസന്ധാനം ചെയ്യാനുള്ള വിശേഷമായ ജ്ഞാനം മനുഷ്യേതരമായിരിക്കുന്ന ഒരു ജീവികളെയുമില്ല. അതുകൊണ്ടാണ് ചരാണാം ശ്രേഷ്ഠാഭവന്തി എന്ന് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചരങ്ങളിൽ, ജീവജാലങ്ങളിൽ മനുഷ്യൻ ശ്രേഷ്ഠനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തൊട്ടു മുമ്പ് പറഞ്ഞു വിശേഷ ജ്ഞാനയോഗത, വിശേഷമായ ജ്ഞാനമുള്ളത് കൊണ്ട്. ഇനി രണ്ടാമത്തെ അർത്ഥമാണ് വേർതിരിച്ചറിയാനുള്ള കഴിവ്, വിവേകം ചെയ്തറിയാനുള്ള കഴിവ്. എന്താണ് വിവേകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തില്, ഈ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തില് ധർമാധർമ്മവും വിവിച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ വിവിച്ച എന്നുള്ള പദത്തിന്റെ അർത്ഥചിന്തനം 32-ാമത്തെ ശ്ലോകത്തിൽ വരുമെന്ന്. അപ്പോൾ വിവിച്ച എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയുക എന്നുള്ളതാണ്. ഒന്ന് ഇന്നതാണ്, ഒന്ന് ഇന്നതാണ് എന്ന് വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ. എല്ലാവർക്കും സാധിക്കും, പക്ഷെ ഏറ്റവും ഉയർന്ന രീതിയിൽ അത് മനുഷ്യന് മാത്രമേ സാധിക്കൂ. ഇപ്പൊ ഹംസത്തിന്റെ ഒരു ഉദാഹരണം പറയാറുണ്ട് പുരാണങ്ങളിലൊക്കെ. ഹംസം, അരയന്നം. ഇപ്പൊ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള അരയനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം പറക്കാൻ കഴിവുള്ള ഒരു പക്ഷിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന അരയനങ്ങൾ അത്രത്തോളം പറക്കാറില്ല. ഈ ഹംസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഹംസത്തിന് മുമ്പ് പാലും ജലവും മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാലിനെ മാത്രം വേർതിരിച്ചറിയാനുള്ള കഴിവ്, വിശേഷമായ കഴിവ് ഹംസത്തിനുണ്ടെന്ന് പറയും. അപ്പൊ ആ ഒരു വിശേഷമായ അങ്ങനെ രണ്ടിനെയും വേർതിരിച്ച് അറിയാനുള്ള, വേർതിരിച്ച് ഗ്രഹിക്കുവാനുള്ള കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. വിവേകം. ആ വിവേകം എന്താണ്? അതും ധർമ്മമാണ്. ഈ ലോകം നോക്കൂ, ഈ ലോകം സത്യത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം ലോകം നിലനിൽക്കണമെങ്കിൽ ആധാരമായിട്ടൊരു സദ്വസ്തു വേണം. പക്ഷെ സത്യമുണ്ട്, അതേസമയം ഈ ലോകത്തെ, ആ സത്യത്തെ പൊതിഞ്ഞ് അസത്യ വസ്തുക്കളുമുണ്ട്. നമ്മൾ ദർശനമാലയിൽ അസത്യ ദർശനം എന്നൊരു അധ്യായം പഠിച്ചിരുന്നു. ധർമ്മവുമുണ്ട്, അധർമ്മവുമുണ്ട്, സത്യവുമുണ്ട്, മിഥ്യയുമുണ്ട്. ഇതെല്ലാം മിശ്രീഭൂതമായിരിക്കുകയാണ്. ഇങ്ങനെ മിശ്രീഭൂതമായിരിക്കുന്ന വേളയിൽ ഇത് സത്യം, ഇത് മിഥ്യ, ഇത് ധർമ്മം, ഇത് അധർമ്മം, ഇത് ശരി, ഇത് തെറ്റ് എന്നിങ്ങനെ വ്യക്തമായിട്ട് വേർതിരിച്ച് അറിയാനുള്ള ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ 31, 32 ശ്ലോകങ്ങളിൽ നമുക്ക് ധർമ്മത്തിന്റെ 3 അർത്ഥങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മുഖ്യമായിട്ടും 2 അർത്ഥങ്ങൾ. ആ 2 അർത്ഥങ്ങൾ ഒന്നുകൂടി ക്രമീകരിച്ചാൽ 3 അർത്ഥങ്ങൾ. ഒന്ന്, ഏറ്റവും ഉയർന്ന പാരമാർത്ഥികമായ ദാർശനികമായ അർത്ഥം. എന്താണ് ധർമ്മം? സർവ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ചേർത്ത് കോർത്ത് ഈ പ്രപഞ്ചത്തെ, ജഗത്തിനെ ജഗത്തായി നിലനിർത്തുന്ന, എല്ലാറ്റിനെയും അതിനായി നിലനിർത്തുന്ന ഈശ്വര സ്വരൂപം തന്നെയാണ് ധർമ്മം. ഇത് 31-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു, ഏറ്റവും ഉയർന്ന നിർവചനം. ഇനി പ്രായോഗികമായ വ്യാവഹാരികമായ നിർവചനമാണ്. എന്താണ്? കാര്യകാരണപരമായി ഒന്നിനെ അനുസന്ധാനം ചെയ്യാനുള്ള വിശേഷമായ ജ്ഞാനം, കഴിവ്, അതും ധർമ്മമാണ്. എല്ലാറ്റിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേകശക്തി, അതും ധർമ്മമാണ്. ഈ വിവേകശക്തിയെയും
കാര്യകാരണത്തിലൂടെ അനുസന്ധാനം ചെയ്യാനുള്ള ഈ കഴിവിനെ രണ്ടിനെയും ഒരുപോലെ ചേർത്ത് എന്തു പറയുന്നു? വിശേഷജ്ഞാനം എന്ന് പറയും. ഈ വിശേഷജ്ഞാനമാണ് മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്നും ശ്രേഷ്ഠമാക്കിയിരിക്കുന്നത്. ഈ വിശേഷജ്ഞാനവും ധർമ്മമാണ്. അപ്പൊ ചിന്തിക്കൂ, ധർമ്മമില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നിലനിൽപ്പുണ്ടോ? കുടുംബം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് നിലനിൽക്കുന്നത് കേവലം മനുഷ്യന്റെ ധർമ്മബോധത്തിലാണ്. ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ, ഇതെന്റെ സഹോദരൻ, ഇതെന്റെ സഹോദരി എന്നിങ്ങനെ വ്യക്തമായി വേർതിരിച്ചറിയാനും അങ്ങനെ വേർതിരിച്ചറിഞ്ഞ് അപ്രകാരം ഇടപെടാനുമുള്ള ധർമ്മബോധം ഓരോ മനുഷ്യനിലും ഉള്ളത് കൊണ്ടാണ് കുടുംബം നിലനിൽക്കുന്നത്. മൃഗങ്ങൾക്ക് കുടുംബമുണ്ടോ? അവരൊരു കോളനിയായിട്ട് ജീവിച്ചേക്കാം, പക്ഷെ അവരെ സംബന്ധിച്ച് ഇതെന്റെ സഹോദരിയാണ്, ഇതെന്റെ സഹോദരനാണ്, ഇതെന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ്, ഇതെന്റെ ഇന്ന ബന്ധുവാണ് എന്നിങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയില്ല. നോക്കൂ, നമ്മൾ ഓരോന്നിനെയും വേർതിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനോട് അപ്രകാരം ഇടപെടാൻ സാധിക്കൂ. ഒരു വ്യക്തി ഇതെന്റെ ഭാര്യയാണ് എന്നൊരു സ്ത്രീയെ മനസ്സിലാക്കുമ്പോൾ അപ്രകാരം ഇടപെടും. ഇതെന്റെ സഹോദരിയാണ് എന്നൊരു സ്ത്രീയെ മനസ്സിലാക്കുമ്പോൾ അപ്രകാരം ഇടപെടും. ഇതെന്റെ അമ്മയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്രകാരം ഇടപെടും. തത്വത്തിൽ 3 പേരും സ്ത്രീകളാണ്. ഒരു മൃഗത്തെ സംബന്ധിച്ച് ഇത് 3ഉം സ്ത്രീകളാണ്. അതുകൊണ്ട് ആ മൃഗം ഒരു സ്ത്രീയോട് തൻ്റെ എതിർലിംഗത്തോട് എങ്ങനെ ഇടപാടുന്നുവോ അങ്ങനെ ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് അവിടെ കുടുംബം എന്നുള്ളതിന് സ്ഥായിയായ ഒരു നിലനിൽപ്പില്ല. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ പോലും മനുഷ്യനിൽ ധർമ്മബോധം വേണം. അതുകൊണ്ട് ഋഷി പറയുന്നു, ധർമ്മേണ ഹീന പശുഭി സമാനം. നമ്മൾ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ അവസാന വരിയാണ്. ധർമ്മേണ ഹീന പശുഭി സമാനം. ഈ ധർമ്മബോധമില്ലെങ്കിൽ, ഈ ധർമ്മമില്ലെങ്കിൽ പശുഭി സമാനം, മൃഗങ്ങൾക്ക് സമാനമാണ്. നോക്കൂ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വേർതിരിച്ച് ഓരോന്നിനെയും അതാത് നിലയ്ക്ക് വേർതിരിച്ച് കണ്ട് ഇടപെടാനുള്ള മനുഷ്യന്റെ ധർമ്മബോധം ഇല്ലാതാകുന്നത് കൊണ്ടാണ് കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നത്. കുടുംബം തകർന്നു കഴിഞ്ഞാൽ സമൂഹം ഉണ്ടാവില്ല, സമൂഹം തകർന്നു കഴിഞ്ഞാൽ മാനവരാശിയാണ് തകർന്നു പോകും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാനവരാശിയുടെ നട്ടെല്ല് എന്താണ്? ധർമ്മബോധമാണ്. അതുകൊണ്ടാണ് അനുഷ്ഠേയ ഉപദേഷ്ടവ്യം നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മത്തെ സ്വജീവിതത്തിൽ നാം അനുഷ്ഠിക്കുകയും അതിന് എന്ത് വേണം? അതിന് ഉപദേഷ്ടവ്യം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ധർമ്മത്തിന്റെ പ്രചരണം ചെയ്യുകയും വേണം. കാരണം ലോകത്തെ തന്നെ നിലനിർത്തുന്നത് എന്തു പറഞ്ഞു? ആദ്യ ശ്ലോകത്തിൽ ലോകപ്രവർത്തക എന്ന് പറഞ്ഞു. ധർമ്മോ ലോകപ്രവർത്തക. ഈ ലോകത്തെ ഇപ്രകാരം നിലനിർത്തുന്ന ധർമ്മമാണ്. ആ ധർമ്മം എവിടെയെങ്കിലും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു? അവിടെ ലോകമില്ല, സമൂഹമില്ല, ഒന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ ധർമ്മത്തിന്റെ അർത്ഥചിന്തനം ചെയ്യുക. അടുത്തുള്ള ശ്ലോകങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.